നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ പ്രക്ഷേപണം ചെയ്ത വാർത്തയുടെ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ചികിത്സ DMO വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെയ്യോ ഇനി ഇത്രയ്ക്ക് ഇതായിട്ട് നമുക്ക് ദേശീയതലത്തിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കുഴപ്പമില്ല സാറിനെ ചെയ്യും, അതുകൊണ്ട് വൈകി എന്നുള്ളതിൽ എന്തെങ്കിലും മറുപടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഇത് ഓരോ കാര്യങ്ങൾ പറയണം, ഓരോ കാര്യങ്ങൾ ശരിക്കും പിന്നെ അത് വിട്ട്. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ വശം കേൾക്കാതെ പൊതുജന സമക്ഷം ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ആ ആരോപണ വിധേയനായ ഡോക്ടർ സജി മാത്യുവിൻ്റെ വശം കൂടെ കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള സാമാന്യ മര്യാദ ഉണ്ടാവേണ്ടിയിരുന്നു. മാത്രമല്ല, ഇവിടെ ഈ രോഗിയുടെ ബൈസ്റ്റാൻഡർ അദ്ദേഹത്തെ DMO വിളിപ്പിച്ചു, എന്നിട്ട് വാർത്താ അവതാരിക ചോദിക്കുന്നുണ്ട് ഡോക്ടർ സജി മാത്യു എന്താണ് പറഞ്ഞതെന്ന്. ആ ഭാഗം ആ ബൈസ്റ്റാൻഡർ പറയുന്നില്ല, കരുതിക്കൂട്ടി മറച്ചു വെക്കുന്നു യഥാർത്ഥ കാരണം എന്താണെന്ന്. ഇതേക്കുറിച്ച് ചില ദുരൂഹത സ്വയം തോന്നിയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചു. എനിക്ക് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ സജി മാത്യുവുമായിട്ട് എനിക്ക് ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. ആ വശം കൂടെ പൊതുസമൂഹം അറിയണമെന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഒരു സൗഹൃദമുള്ള ആളുമല്ല, ഞാനുമായിട്ട് ഒരു വ്യക്തിബന്ധവുമില്ല, പക്ഷേ ഇതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ അറിയണം. ഒന്നാമത്തത്, ഡോക്ടർ സജി മാത്യു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ നേരത്തെ അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അതേപോലെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അദ്ദേഹം സർജറി വിഭാഗം മേധാവിയായിരുന്നു. സർക്കാർ സർവീസിൽ ജോലി ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം സർക്കാർ സർവീസിലേക്ക് മാറുന്നു. പിന്നീട് അദ്ദേഹം സർക്കാർ സർവീസിൽ നമുക്കറിയാം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് സർക്കാർ അനുവദിച്ചതാണ്. അങ്ങനെ ഒരു പ്രൈവറ്റ് പ്രാക്ടീസും ചെയ്യാതെ ജോലി കഴിയാൻ നേരെ കൃഷിയിടത്തിൽ പോയിട്ട് കൃഷി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യത്യസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ സജി മാത്യു. അദ്ദേഹത്തിൻ്റെ ജോലി, ആശുപത്രി, ശേഷമുള്ള സമയം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയൊക്കെ സ്വയം കൃഷി ചെയ്ത് അങ്ങനെ കൃഷിയോട് സ്നേഹിക്കുന്ന, റിട്ടയർ ചെയ്താൽ പൂർണ്ണമായും കാർഷിക മേഖലയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ സജി മാത്യു. 7000-ഓളം ലാപ്രോസ്കോപ്പിക് സർജറികളാണ് അദ്ദേഹം ജനറൽ ആശുപത്രിയിൽ വെച്ച് ചെയ്തിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ സർക്കാരിൻ്റെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ 7000-ഓളം ലാപ്രോസ്കോപ്പിക് സർജറി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് 1000-ഓളം സർജറികളാണ് ആ വിഭാഗത്തിൽ മാത്രം, അതായത് ഈ പരാതി പറയുന്ന ആളുടെ ആ സ്ത്രീയുടെ അതടക്കമുള്ള 1000-ഓളം സർജറികൾ അദ്ദേഹം അവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. 250-ൽ കൂടുതൽ വിപ്പിൾ പാൻക്രിയാറ്റിക് സർജറി അതും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒന്നും ചെയ്യാത്തൊരു സർജറി അദ്ദേഹം അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ലാപ്രോസ്കോപ്പിക് വിപ്പിൾ പാൻക്രിയാറ്റക്ടമി ഇൻ ഗവൺമെൻറ് സെക്ടറിൽ ആദ്യമായിട്ട് ചെയ്തത് അദ്ദേഹമാണ്. ഇനി ഈ സ്ത്രീയുടെ കാര്യത്തിൽ, ഈ രോഗിയുടെ കാര്യത്തിലുള്ള വിവരങ്ങൾ എനിക്ക് മനസ്സിലായത്, അന്വേഷണത്തിൽ മനസ്സിലായത് 21/1/2025 അവർ ജനറൽ ഹോസ്പിറ്റലിലെ OP ഡിവിഷനിൽ ചെല്ലുന്നതും 29-ാം തീയതി അവരെ സർജറി ചെയ്യുകയും 2-ാം തീയതി അവരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. 21-ന് അഡ്മിഷൻ, 29-ന് സർജറി, 2-ാം തീയതി. ഇതിനൊന്നും കൈക്കൂലി വാങ്ങിയതായിട്ടോ ഈ സർജറി ചെയ്യാൻ വൈകിപ്പിച്ചതായോ ഒരു പരാതിയും അവർ പറഞ്ഞിട്ടില്ല. തുടർന്ന് അവരുടെ ബൈസ്റ്റാൻഡർ ഹിസ്റ്റോപാത്തോളജി റിപ്പോർട്ടുമായിട്ട് വരുന്നത്, പാത്തോളജി റിപ്പോർട്ട് വരുന്നത് 12-ാം തീയതി വരുന്ന സമയത്ത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുകയും ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവരെ അയക്കുകയും ചെയ്തു. പിന്നീട് അവർ വരുന്നത് ജനറൽ ഹോസ്പിറ്റലിലെ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നീട് അവർ ചെല്ലുന്നത് 4/9/2025 അപ്പോൾ ആ ചെന്ന സമയത്ത് വീണ്ടും കൊളോണോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിക്കുന്നു. ആ കൊളോണോസ്കോപ്പിയുടെ റിസൾട്ടുമായിട്ട് 29/9/2025 വീണ്ടും വരുന്നു. 29/9/2025 ഡോക്ടർ ഈ കൊളോണോസ്കോപ്പി റിപ്പോർട്ടിൽ ഈ അതായത് കുടൽ മുറിച്ചിട്ട് അവിടെയുള്ള, അതായത് മലദ്വാരത്തിന് സമീപത്തുള്ള കുടലിലുള്ള ക്യാൻസർ മുറിച്ച് മാറ്റി ആ കുടൽ പുറത്തേക്ക്, ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഈ കുടലൊരു ഭാഗം സഞ്ചി തൂക്കിക്കൊണ്ട് കിടക്കുക, അങ്ങനെയല്ല. ആ കുടൽ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക്, മലം പുറത്തേക്ക് ഒരു ബാഗിലേക്ക് വീഴുന്ന രൂപത്തിലുള്ള സംവിധാനമാണ്. അപ്പോൾ ആ കുടൽ അവിടെ തുന്നി പിടിപ്പിച്ചേക്കുകയാണ്. അപ്പോൾ അത് തിരിച്ച് വെക്കണമെങ്കിൽ
രണ്ടാമത്തെ പരിശോധനയിൽ തൊട്ട് മുകളിലും ക്യാൻസർ കാണുകയാണ്. ആ തൊട്ട് മുകളിൽ ക്യാൻസർ കാണുന്ന സമയത്ത് അതുകൂടെ നീക്കം ചെയ്യാതെ ഒരു ഡോക്ടറും തിരിച്ച് പ്രവൃത്തി ചെയ്യില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി വേണം. അപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ 28-ാം തീയതി വരാൻ പറഞ്ഞു. 30-ാം തീയതി രോഗിയോടും കൂടെയുള്ള ആളോടും ഈ കാര്യങ്ങൾ നിർബന്ധിച്ചു. നമുക്ക് ഇങ്ങനെ ചെയ്യാതെ, അതായത് പുതിയ ഗ്രോത്ത് കൂടെ സർജറി ചെയ്ത് നീക്കം ചെയ്യാതെ ഇത് നമ്മുടെ പുറത്തേക്ക് കൊടുത്തിരിക്കുന്ന കുടൽ തിരിച്ചു പിടിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ വലിയ പരാജയമാവും. അതുകൊണ്ട് അത് ചെയ്യണമെന്ന് നിർബന്ധിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനസ്തേഷ്യ കാണിക്കാൻ വേണ്ടി പറഞ്ഞ രോഗി അതിന് തയ്യാറാവാതെ പിന്നീട് അവർ തിരിച്ചു പോവുകയും പിന്നീട് അവർ തിരിച്ചു വന്നത് റെക്കോർഡുകൾ പ്രകാരം പറയുന്നത് ഏപ്രിൽ-മെയ് മാസത്തിലാണ്. 2026 ഏപ്രിൽ-മെയ് മാസത്തിലാണ് ഈ രോഗി വീണ്ടും ഡോക്ടറുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് വീണ്ടും ആവശ്യപ്പെട്ടു. ഇത് ഈ പുതിയ ഗ്രോത്ത്, അതായത് പുതിയൊരു ക്യാൻസർ കൂടെ വളർന്നു വരുന്നുണ്ട്, അത് നീക്കം ചെയ്യാതെ കുടൽ തിരിച്ചു വെച്ച് പിടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ രോഗിയുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ അത് പറ്റില്ല, അങ്ങനെ ഒരു സർജറി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആദ്യം പുറത്തേക്ക് വെച്ച കുടൽ അവിടെ തന്നെ വെച്ച് പിടിപ്പിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വാശി പിടിക്കുന്നു. അപ്പോൾ അത് പറ്റില്ല, അത് വൈദ്യശാസ്ത്രപരമായി ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് സത്യസന്ധനായ, ഒരു കൈക്കൂലിയും വാങ്ങാത്ത, സ്വകാര്യ പ്രാക്ടീസ് നടത്താത്ത, ഒഴിവ് സമയത്തിൽ കൃഷി മാത്രം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ജനറൽ സർജറി വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ചെയ്യാത്ത സർജറി പോലും ചെയ്യാൻ ധൈര്യം കാണിച്ച ഏതാണ്ട് 1000-ൽ പരം വ്യത്യസ്ത സർജറി, 7000-ഓളം ലാപ്രോസ്കോപ്പിക് സർജറികളും, അത് ജനറൽ ആശുപത്രിയിൽ 1000-ൽ പരം കാർസിനോമ കോളൻ എന്ന് പറയുന്ന ഈ മലദ്വാരത്തിലുള്ള ക്യാൻസറിനുള്ള ഈ സർജറികളൊക്കെ ചെയ്ത 250-ൽ കൂടുതൽ, അതൊരു ജനറൽ ആശുപത്രിയിലാണ്, 250-ലധികം വിപ്പിൾ പാൻക്രിയാറ്റിക് സർജറി ഇതും ചെയ്ത് അത്യപൂർവമായ ലാപ്രോസ്കോപ്പിക് വിപ്പിൾ പാൻക്രിയാറ്റക്ടമി സർജറി അതടക്കം ചെയ്ത ഒരു മാതൃകാ ഡോക്ടറെ, എല്ലാ സമയത്തും വളരെ സേവന സന്നദ്ധനായ ഒരു ഡോക്ടറെ, ഇത്തരത്തിലുള്ള ഡോക്ടർമാർ എപ്പോഴും ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട്, കുറച്ച് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വളരെ മോശമായി ചവിട്ടി തീർക്കുന്ന ഇത്തരം സംസ്കാരം ശരിയല്ല. വാർത്താമാധ്യമങ്ങൾ എല്ലാ വശങ്ങളും പരിശോധിക്കണം, പഠിക്കണം, അല്ലാതെ ഏകപക്ഷീയമായിട്ട് വാർത്ത കൊടുക്കരുത്. ഇത്തരം വാർത്തകളൊക്കെ തന്നെ സമൂഹത്തിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ, അവരെ മാനസികമായി തകർക്കാനും അവരുടെ ആത്മാർത്ഥത ഇല്ലാതാക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഏതായാലും ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ പക്വതയോടുകൂടി, അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഈ പരാതി കേട്ട സമയത്ത് DMOയോട് അന്വേഷിക്കാനും എന്നിട്ട് മാത്രം കാര്യങ്ങൾ എന്ന് പറയും പക്വതയോടുകൂടി കൈകാര്യം ചെയ്ത് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏതായാലും ചില ആളുകളൊക്കെ തന്നെ വ്യാപകമായി പ്രചരിപ്പിച്ചത് കുറച്ച് ദിവസമായിട്ട് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പുറത്തെടുത്ത കുടൽ അവസാനം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അകത്ത് വെച്ചെന്നൊക്കെ പറയുന്നത് കണ്ടു. വളരെ പച്ചയായ കള്ളമാണ്. വളരെ നല്ല പ്രൊഫഷനുള്ള ഒരു ഡോക്ടറുടെ ഭാവി തകർക്കാനും, ഭാവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല, രോഗികളെ സേവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ രൂപത്തിൽ പൊതുസമൂഹത്തിൽ വെച്ചുകൊണ്ട് അപമാനിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ശരിയല്ല. സത്യസന്ധമായി കാര്യങ്ങൾ പറയണം, ഇത്തരം ആളുകളുടെ കാര്യവും ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാനും വന്നത്. ഏതായാലും ഇത്തരം ഡോക്ടർമാരെ നമ്മളൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ്. ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ഇത്തരം ആളുകൾ ആത്മാർത്ഥത ഇല്ലാതാക്കാനും അവരുടെ താല്പര്യങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ തന്നെ വളരെ എളുപ്പമാണ്. ഇതുപോലെയുള്ള ഡോക്ടർമാർ സമൂഹത്തിൽ വളർന്നു വരാൻ വളരെ പ്രയാസവുമാണ്. അതുകൊണ്ട് വാർത്താമാധ്യമങ്ങൾ അല്പം പക്വത കാണിക്കണം. അതേപോലെ ഇതിനൊക്കെ തന്നെ കേട്ട് ഉടനെ തന്നെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആ സ്വഭാവം പൊതുസമൂഹം അവസാനിപ്പിക്കണം. ശരിയല്ല എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.